അപ്പോൾ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതെൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫെസ്യസ് 2:8 നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ, നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണി പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാതല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹാം എന്ന് പറഞ്ഞ് എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ഇവർക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുപ്പിച്ച്. ബയോപ്സി എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്. ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ നിരാശമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമ്മ എബ്രാഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 50-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരുടെ ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം, എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല, പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അജൽട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റ് ഇല്ലേ? 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലം ആകുമ്പോൾ കയ്യിൽ നിന്ന് പോവില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാൽ ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടിക്കാലത്ത്
നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ടീച്ചർ വന്ന് നമ്മൾ റിബി ജോസഫിൻ്റെ സാക്ഷ്യം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിബി ജോസഫ് വന്ന് ഉടമ്പടി എടുത്ത് പോയി. അവർക്ക് ടീച്ചറാകാൻ ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണമെന്നാണ്. പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞ് അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. അവർ പറഞ്ഞ പോലെ വേറെ ഒന്നും കൊടുത്തില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ മെറിറ്റില്ലെന്ന് നോക്കണം. എന്താ കാര്യം? ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അടിച്ചു പൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെല്ലാം ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ, വെടിച്ചില് പോലെ പറയുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ? അപ്പോഴും മെറിറ്റ് പോകും. മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? ഗ്രേസാണ്. ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8. അപ്പോൾ ഈ ഗ്രേസ് ഞങ്ങളെന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടി എന്താ ചെയ്യണത്? ഈ മെറിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ്. പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസാണ്. ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഉടമ്പടിയിലുള്ളത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ല ചുമ്മാ 65 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയമാരും സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞാൽ ആ റോഡിൽ പോയിരുന്ന് പറയാൻ പറയും. ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചെല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യണതല്ലേ ഉടമ്പടി. ഉടമ്പടി ചെല്ലൽ കുറവല്ലേ, ചെയ്യണതാണ്. ഒരു കൈയും ചെയ്യരുതില്ല. ചുമ്മാ വാർത്താ പുസ്തകം വെച്ചുകൊണ്ട് 10-600 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കും. ചെല്ലണമല്ലല്ലോ ഇത്. കാര്യം ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ്, പ്രത്യേക കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുലയാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ മേടിപ്പിക്കാമായിരുന്നു വീഞ്ഞ്, അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുവുമായിട്ട് കൂട്ടിമുട്ടിച്ചത്? അമ്മയുടെ ജോലി അതാണ്. അതായത് അമ്മ എന്തിനാണ് അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് അല്ലേ? പരപിതാവിന് തിരുസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബി ദ എവർ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കണത്. ഏതെല്ലാം കാലത്ത് ഏത് കുരിശിൻ്റെ ചുവട്ട് നിന്നാലും കുഴപ്പമില്ല. എൻ്റെ മകൻ തുണിയില്ലാതെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനവിടെ മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി, Thy kingdom come, thy will be done എന്ന് പറഞ്ഞ് ഈശോയെപ്പോലെ തന്നെ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് നിറവേറണം എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒപ്പം തോളോടെ തോലം ഒറ്റ ഒരേ സ്വരത്തിൽ ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് Behold the handmaid of the Lord, be it done to me according to thy word. അപ്പൻ്റെ മനസ്സ് നിറവേറ്റുക മാത്രമാണ് എൻ്റെ ജീവിത ലൗത്യമെന്ന്. അതാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം. എന്താ അമ്മയുടെ മനസ്സെന്ന് പറയണത്? അപ്പാ, നിൻ്റെ തിരുമനസ്സ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റു വ്യക്തികളിൽ എത്തിക്കണം. അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം. ഞാൻ തന്നെ സുവിശേഷമാകണം, ഞാൻ തന്നെ സുവിശേഷം ഏകണം. യേശുക്രിസ്തു അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്ന് കൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും. നിന്നെ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. എൻ്റെ ദൈവവേദ ഓരോ വചനവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ്, നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ, നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ, നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഇതിനെ പഠിക്കണം.
ഉടമ്പടി പഠിക്കേണ്ടത്, കവനൻ്റ് പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ്. എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം? എന്താണ്? എന്നെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞപ്പെടുത്തുക, ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ പ്രസംഗം അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും. കൃപാസനം പത്രം എഴുതിയ പ്രസംഗങ്ങളാണ്. കർത്താവ് ഇതുപോലെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ വല്ലതും പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ചില വചനത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ ഇവിടെ വന്ന് നിൽക്കും, ബാക്കി കർത്താവ് പറയും. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസനം പത്രത്തിലുള്ളത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് പറയണം? കർത്താവേ, എന്നെ അറിയാൻ എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല, പക്ഷേ പൗലോസ് അപ്പോസ്തലനെ പോലെ പറയും, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു. അപ്പം നമ്മൾക്കത് ചാതുര്യക്കുറവ് ഒരു കുഴപ്പമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എഴുതും. നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കയ്യിൽ തരും. ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി, എന്താണ് ഈശോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു ഈ മാസം. 120 പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പത്രത്തിൽ 120 ഉണ്ട്. നമുക്കിവിടെ ഒരു ദിവസം തന്നെ 25 സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ 250 സാക്ഷ്യം ഉറപ്പായിട്ടുണ്ട്. 750 സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന 60 സാക്ഷ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാര്യം എന്താ, അത്രയും സ്ഥലം യൂട്യൂബിൽ അത്ര സമയമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥനയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആദ്യം വേണ്ട ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും, പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, നഗ്നനെ ഉടുപ്പിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല. അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട്, ഇല്ലായ്മക്കാരെ ഈശോയെക്കായി കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത്. ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ, ആരാണ്ടെൻ്റെ ഗ്രേസാണ് മുകളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത്. അതല്ല, നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഫേസ്യസ് 2:8 പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം. കാര്യം മാലാഖ മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? മറിയം, നീ ദൈവദൃഷ്ടിനിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട്. സക്കറിയ അടുത്ത് പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ? സക്കറിയൊക്കെ പറയാൻ പറ്റണില്ല, അതേ കാക്ക് അക്സെപ്റ്റിബിലിറ്റി കുറവാണ്. സക്കറിയ യോഹന്നാൻ മാന്താനയുടെ അപ്പനാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ദൈവദൃഷ്ടിനിധി റിസെപ്റ്റിവിറ്റി കുറവാണ്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത്? നീ ദൈവദൃഷ്ടിനിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ചെയ്തിരിക്കുന്ന കാര്യമാണത്. പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും. അത് മറിയം പറയുന്ന സ്വസ്ത്രഗീതം പോലും സാമുവേലിൻ്റെ അമ്മ പറഞ്ഞ സ്വസ്ത്രഗീതമാണ്. കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അന്നമ്മയുടെ സ്വസ്ത്രഗീതമാണ്. ആരുടെ? സാമുവേലിൻ്റെ അമ്മയില്ലേ, എൽക്കാനയുടെ പത്നി, അവരുടെ സ്വസ്ത്രഗീതമാണ്. കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം. അപ്പോൾ അമ്മ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാണ് മറുപടി പറയണത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ ദാസി എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസി എന്നാണെങ്കിൽ വചനമെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാണ്. കാര്യം നമ്മൾ വചന കൂടാരത്ത് വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ഇരിക്കണത് എന്താണ്? വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വചനമാണ്. അപ്പോഴേ ഈ വചനത്തിന്, ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ. ഇപ്പോൾ പാക ഉടമ്പടി നടന്ന് ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്തയെ ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 5 സെൻറ്റ് കൂടുതൽ കിട്ടും. വീടുകളിലൊക്കെ നടക്കാനുണ്ടല്ലേ? മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തുമില്ല. കാര്യം നമ്മളെന്താ ചില ആൾക്കാർ പറയത്തത്, നിൻ്റെ വായി കൂവലാണോ എന്ന് ചോദിക്കും. അതല്ല, എനിക്ക് പറയാനറിയാം, പക്ഷെ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ സമാധാനം പാലിക്കുക. കർത്താവിൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന്
വിളിക്കപ്പെടും. അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കുന്നത്. പക്ഷെ അവർക്ക് നഷ്ടമാണ്. മുട്ടാളന്മാരും കൈക്കൊള്ളവരും കാര്യക്കാരും പകുതിയും കൊണ്ട് പോകും. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, തീർച്ചയായിട്ടും ഒഴിവാണ്. അതെന്തുകൊണ്ടാണ്? ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാനുള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അതിന് രക്തസാക്ഷിയായ സഭശാസ്ത്രവല്ല മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച്. കാര്യം എന്താണെന്ന് പറയുക, അതും സുവിശേഷമാകുകയാണ്. നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തും. ദൈവതിരുസന്നിധി നിൻ്റെ IELTS വിജയം കണ്ടെത്തുക, ദൈവതിരുസന്നിധി നിന്നെ വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക, ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക, ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക. ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും 70 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പേരെ കാണാതെയും. എല്ലാം കണ്ടെത്താം, പക്ഷെ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയാവും, നമുക്കറിയാമല്ലോ. പക്ഷെ ദൈവതിരുസന്നിധി കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും. നമ്മൾ 11:19 വായിക്കത്തില്ലേ? 11:19 വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ച മക്കളെ. വെളിപാടിൻ്റെ പുസ്തകം 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിന്റെ അടുത്ത വരി വായിച്ചേ. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത വായിച്ചേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അതാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണത്? ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ആ ഗർഭത്തിൽ ആരാണുള്ളത്? യേശു ക്രിസ്തു. അപ്പോൾ അവൾ ആരായിരിക്കും? അമ്മ. കൈ ഇടിച്ച് സകദാസുകളെ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നവരെ 70 കൊല്ലത്തേക്കല്ല കണ്ടെത്തണത്. മനസ്സിലായ? ദൈവതിരുസന്നിധി നീ പരീക്ഷയുടെ വിജയം കണ്ടെത്തിയാൽ 70 കൊല്ലം കഴിയുമ്പോൾ തീരും. ദൈവതിരുസന്നിധി നിൻ്റെ വസ്തു വിൽക്കണ ഒരാവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ അത് തീരും. ദൈവതിരുസന്നിധി നീ ചെറുക്കനെ കണ്ടെത്തിയാലും നീ നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം 100 കൊല്ലം കൊണ്ട് തീരും. ദൈവതിരുസന്നിധി നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ, അവസാന കാലം വരെ, നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം ദൈവതിരുസന്നിധി ഉണ്ടാകും. ദൈവവേദനേ, ഇത് കൃപയുടെ ഒരു എക്സ്റ്റൻഷൻ. കൃപ കണ്ടെത്തണം. നിൻ്റെ മെറിറ്റ് കുറഞ്ഞു പോയാൽ, അപ്പോൾ അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത്. അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി. പക്ഷേ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യണം. മത്സരത്തിൽ റബി ടീച്ചർ ജയിക്കും, ഇൻ്റർവ്യൂ ജയിക്കും. മാനേജർ പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം. പക്ഷേ കാര്യമുണ്ട്, കേട്ടക്ക് പാസ്സാകണമെന്ന് പറയും. ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കേട്ടക്ക്. അപ്പോഴും ഇവർ വിറക്കും. എന്താ കാര്യം? കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ? അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോഴും മാതാവിനോട് പറയും, എന്താണ് അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും. എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 150 ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരേണ്ടത്. 150 ചോദ്യങ്ങൾ. ടീച്ചറിൻ്റെ കൈയും കാലും പറിച്ച് കണ്ണൊക്കെ ചിമ്മി, കണ്ണ് കാണാൻ പറ്റില്ല, തലകറക്കം പറ്റില്ല, എന്തൊക്കെ ആ 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ. 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ 150 ചോദ്യത്തിൽ. കാര്യം 17 കൊല്ലമല്ലേ പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിലും കൊണ്ടു വെക്കും. കേട്ടക്ക് പരിചയമാണ്. ഉടമ്പടി 150 ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിന് വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും. അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ആരാണ്? മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞ് കേൾക്കാൻ. അത് അവർക്കറിയത്തില്ല. അവർക്ക് 8 എണ്ണമേ അറിയാൻ പാടുള്ളൂ. 150 ചോദ്യങ്ങളുണ്ട്. അവർ 94 എണ്ണത്തിന് റെഫർ ചെയ്ത്
ഈ 94 ഉത്തരം അവർ പറഞ്ഞു എനിക്ക് സത്യമായിട്ട് 8 ഉത്തരവേ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അവരുടെ സർക്കാർ ജോലിയായി. നോക്കിയ ഒരു സ്റ്റോറി വന്ന കാര്യമില്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു സംഭവം, ഇവിടെ കമ്പ്, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതാണ്. പക്ഷെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയാണത്. അഹ്റോൻ്റെ കമ്പ്, ഈ അവധാന പേടത്തിലിരിക്കുന്ന ഒരു ഐറ്റം എന്താണെന്നറിയാം? ഒരു ഐറ്റം വചനമാണ്, ഒരൈറ്റം എന്താണ്? അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ്. എന്നിട്ടത് പിറ്റേ ദിവസം മോസസ് ഇവിടുന്ന് നോക്കുമ്പോൾ അത് ബദാം കായ്ച്ച് കിടക്കും. നിൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ ഔട്ട് ഓഫ് ഡേറ്റ് ആയതോ നീ വ്യർത്ഥം വെച്ച് പോയതോ എല്ലാം ഉടമ്പടിയിൽ മാതാവ് ടേക്കപ്പ് ചെയ്യും. അത് സംഖ്യാപുസ്തകത്തിലാണുള്ളത്. സംഖ്യ അല്ലേ? സംഖ്യ ഒന്ന് വായിച്ചോളൂ. സംഖ്യ ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യ 17:8. സംഖ്യ 17:8. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സംഖ്യ 17:8. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതാണ് റീബിറ്റിച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ സംഗ്രഹം. അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു. 17 കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹറോൻ്റെ പടി പോലെ പൂത്ത് തളർത്ത് നിൽക്കും. മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും. അത് ഈ വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ് ഈ അഹ്റോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചത് എടുത്തിരുന്ന് വെക്കാൻ പറഞ്ഞ്. ഇത് പിന്നീട് 11:9 ഹെബ്രായ ലേഖനം വായിച്ചവനെ 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും മന്ന വെച്ചിരുന്ന വാഗ്ദാന പേടകത്തിലുള്ള ഐറ്റമാണ് ഈ പറയണത്. മന്ന വെച്ച സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ഉടമ്പടി ഫലകങ്ങൾ ഇതിലല്ലേ സൂക്ഷിക്കണത്? അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫലകങ്ങൾ എന്ന് പറഞ്ഞ വചനമാണ് മോസസിന് കൊടുത്തത്. പിന്നെ അഹറോൻ്റെ തളർത്ത വടി പ്രത്യാശ. പിന്നെ എന്താണ്? വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണക്കലശത്തിൽ മന്നാപ്പം. കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം. അതായത് ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ ജോലി, വീട്, വിവാഹം, ജീവിതം, യാത്ര എല്ലാത്തിനും മാനുഷികമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹറോന് തളർത്ത വടിയും മന്ന അപ്പവും. അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ. അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വടികളെല്ലാം തളർക്കും. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് ആഹാരം കിട്ടും, വഴി കിട്ടും, ജോലി കിട്ടും. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതിനാണ് വാഗ്ദാന പേടകം എന്ന് പറയണത്. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. യേശുവും വാഗ്ദാന പേടകമാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മരിയൻ ഉടമ്പടിയുടെ ആത്മാവും അന്തസത്തയും അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും സംരഭ്യമാക്കുവാനും എന്നെ ലൂക്കാ 1:30 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ എനിക്കും ദൈവതിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപ കണ്ടെത്തുവാൻ കൃപയുടെ അവസാനം നിത്യതയിലെ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. മുട്ടയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഒന്ന്, കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാക്ഷ്യം. ഞങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നാലും ഞാൻ ചോദിക്കുന്നത് സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ആ ഉടമ്പടിക്ക് സ്ഥിരീകരണം ഇല്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ദൈവം അത് സ്വീകരിച്ചിട്ടില്ല. കാരണം സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്തൊക്കെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടേ വെക്കുന്നു, പിന്നീട് അതിൻ്റെ പ്രാർത്ഥനകൾ കുറക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ കാണുന്നില്ല, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, നിങ്ങൾ ഉഴപ്പുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടത്തില്ല. സാക്ഷ്യം കിട്ടാത്തവർ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവർ പ്രോസസ്സിലാണല്ലോ. പിന്നെ രോഗമായി അടിയന്തര വിഷയങ്ങളെല്ലാം എടുക്കും. രോഗം, കടം, ഇപ്പം അതായത് മുന്നിൽ സമയമില്ലാത്ത അച്ഛൻ ആൾക്കാരെ കാണുന്നത് മുന്നിൽ സമയമില്ലാത്ത ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉടമ്പടി 3 പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി എടുത്താൽ തന്നെ ആൾക്കാരെ കാണും. വിഷയം സീരിയസ് ആയാൽ മതി. ഉടമ്പടി എടുത്താൽ തന്നെ കാണാം. അപ്പം അതിനകത്ത് കാര്യങ്ങൾ കേൾക്കും, ബ്ലെസ് ചെയ്യും, പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അവർ സീനിയറാണെങ്കിൽ സാക്ഷിയൊക്കെ പറഞ്ഞ് സീനിയറാണെങ്കിൽ മെസ്സേജുകൾ പറയാൻ തുടങ്ങും. എന്ത് നടക്കും, എപ്പോൾ നടക്കും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ
മെസ്സേജ് പറയും. അത് ബിബ്ലിക്കൽ മെസ്സേജ് ഉണ്ട്, ദർശന മെസ്സേജ് ഉണ്ട്. കർത്താവ് എന്താ തരണത് അതനുസരിച്ച് പറയും. അതുകൊണ്ടാണ് നീല ഉടമ്പടിയൊക്കെ വരണത്. നീല ഉടമ്പടി അവർ തന്നെ വെള്ള ഉടമ്പടിയൊക്കെ ഉണ്ട്. ഉടമ്പടി 2-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നീല ഉടമ്പടി കിട്ടുന്നത്. ഉടമ്പടി 3-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് വെള്ള ഉടമ്പടി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രമുണ്ട്. കാരണം നീല ഉടമ്പടിയാണ്, പിന്നെ സാക്ഷ്യമില്ലായിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ സാധാരണ പച്ച ഉടമ്പടിയുടെ വില മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സാക്ഷ്യം ഉണ്ടാകണം. സാക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ, സാക്ഷി ഇവിടെ വന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇപ്പം മെഡിക്കൽ മറ്റേതിൻ്റെ അകത്ത് മറ്റ് ഡോക്ടർ ഇപ്പോൾ രോഗസൗഖ്യം ഉടമ്പടി കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ടതായിട്ട് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ വെറുതെ വന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതിയൊക്കെ എടുക്കും. പക്ഷേ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് പബ്ലിക്കായിട്ട് വിടാൻ പറ്റും. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ ഒത്തിരി പേര് ഈശോയിൽ വിശ്വസിക്കാനും നിങ്ങൾ വഴി കർത്താവ് മഹത്വപ്പെടാനും ആത്മാക്ക് രക്ഷപ്പെടാനൊക്കെ ഇടയാക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കി മാറ്റാൻ, ഞാൻ വഴി കർത്താവിനെ എല്ലാവരും അറിയാൻ എനിക്ക് നല്ല സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓഫീസിൽ അവിടെ പ്രഭുവചനൻ ഇരിക്കണത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ട് ഓടിക്കളയരുത്. സാക്ഷ്യം പറയാനായിരിക്കും ഉദ്ദേശിക്കണം. കാര്യം സാക്ഷ്യം പറയണം. പറയാൻ പറ്റുന്നതാണെങ്കിൽ അച്ഛൻ പറയാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ സാക്ഷ്യം നിലവാരം കുറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനത് പറയും, കുറച്ചുകൂടി പ്രാർത്ഥിക്ക്, അടുത്ത കാര്യങ്ങൾ നടന്നിട്ട് പറയാമെന്ന് പറയും. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഒപ്പിട്ട് തരും സാക്ഷി നിങ്ങൾക്ക്. ഞങ്ങൾ സാക്ഷി നിങ്ങൾ കൊണ്ടുവന്നതാണ്, കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സാക്ഷ്യം ഒപ്പിട്ട പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ വെച്ചാൽ പറയാൻ ഒത്തില്ല. പക്ഷേ എനിക്ക് പേപ്പറുണ്ട് സാക്ഷ്യത്തിൻ്റെ, ഒപ്പിട്ട് തന്ന സാക്ഷ്യം എഴുതിക്ക് വെച്ചുകൊണ്ട് തന്നെ അല്ല, ഒപ്പിട്ട് മേടിക്കണം. ഇവിടെ വായിപ്പിച്ച് ഒപ്പിടണം. അല്ല നിങ്ങൾ വല്ല നുണയൊക്കെ എഴുതി കൊണ്ടുവരുമോ ചില അച്ഛനെ കാണാൻ വേണ്ടി? അങ്ങനെയൊക്കെ ആൾക്കാർക്ക് മടിയൊന്നുമില്ലല്ല. അപ്പം തല വെട്ടിക്കളഞ്ഞാണ് പിന്നെ ഒട്ടിച്ച് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് വരും ആൾക്കാർ. അതെന്താ പ്രശ്നം? ചില ആൾക്കാരുടെ സ്വഭാവമാണ്. ഈ അച്ഛനെ കാണുന്നതിലാണ് എൻ്റെ വലിയ ആനക്കാരി ഇരിക്കണമെന്ന്. അതൊന്നുമില്ല. 99% ആൾക്കാർ ഈ സാക്ഷ്യപ്പെടണ അച്ഛനെ കാണാത്ത ആൾക്കാരാണ്, അമ്മയെ കണ്ട ആൾക്കാരാണ്. മര്യാദയ്ക്ക് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, 1000 കാര്യം അമ്മ സാധിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ സാക്ഷ്യം. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ അത്യാവശ്യക്കാർക്ക് എന്നെ കാണാൻ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഈ ആൾദൈവമൊന്നുമല്ല കേട്ടോ, ആൾക്കാരെ ക്രിസ്തുവിൽ സഹായിക്കുന്ന ഒരു സാധു സുവിശേഷ പ്രവർത്തകനാണ്. അത്രയേ ഉള്ളൂ. അപ്പം പക്ഷേ അച്ചിട്ട് വിശ്വസിക്കും. അത് പുതിയതായിട്ട് ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി വന്ന ആളല്ല. കുഞ്ഞുനാൾ മുതൽ 4 വയസ്സ് മുതൽ പ്രാർത്ഥിച്ച് വന്ന ആളാണ്. അതിൻ്റെ പുണ്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിനൊരു പഞ്ഞുമില്ല. നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കാൻ പോകുന്നതാണ് പ്രശ്നം. മര്യാദയ്ക്ക് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പാലിച്ചു പോകണമെങ്കിൽ അച്ചിട്ടതാണ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് എൻ്റെ അഭിപ്രായം. അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഉടമ്പടി പൂർത്തീകരിക്കണം, ഉടമ്പടി എടുത്തിരിക്കണം. പൂർത്തീകരിക്കണമല്ല, ഉടമ്പടി എടുത്തിരിക്കണം, അത്രേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉടമ്പടി 3, 4 പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും കാണും. എവരിബഡി. അതായത് നിങ്ങൾക്ക് പ്രശ്നം സീരിയസ് ആയാൽ മതി, അപ്പോൾ കാണും. അപ്പം അതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നിർത്തണം. ഒരു സീരിയസ് വിഷയം കൊച്ചു കാര്യത്തിന് വരരുത്. ഉടമ്പടി എടുത്താൽ തന്നെ ഓടി വെറുതെ ആവശ്യമില്ല വരരുത്. കാര്യം നമ്മൾ ഉടമ്പടി എടുക്കണേ എന്തിനാ? നമ്മൾക്ക് വിഷമം പ്രയാസം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അതിന് ഉടമ്പടി തന്നെ പരിഹാരമാണ്. അതായത് പിന്നെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അതെടുക്കണോ ഇതെടുക്കണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ വരുത്തില്ലേ. ചില ആൾക്കാർ ചോദിക്കും, അച്ഛാ ടാക്സാണ് കിട്ടിയിരിക്കണത്, എനിക്ക് ബിസിനസ് മതിയായിരുന്നു എന്നൊക്കെ പറയും. MBAക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് മതിയാണ്. അപ്പോൾ അവർക്ക് പക്ക കൺഫ്യൂഷനാണ്. അപ്പോൾ പക്ക കൺഫ്യൂഷനാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് പറയും. അങ്ങനെ എല്ലാ കാര്യത്തിനും കൺഫ്യൂഷൻ വരുന്ന എല്ലാ കാര്യത്തിനും കറക്റ്റ് ഗൈഡ് ലൈൻസ് തരും. പ്രാർത്ഥിച്ചും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തും നിങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയും നമ്മളൊരു കൺക്ലൂഷൻ എത്തിയിട്ട് ആ കൺക്ലൂഷന് കൺകറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചും അതിൻ്റെ മെസ്സേജ് എടുത്തു വെക്കുകയാണ് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റോളം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് സീരീസ് ഇപ്പോൾ ഇന്ന് ഏറ്റവും കുറവ് ആളുള്ള ദിവസമാണ് വ്യാഴാഴ്ച. അതുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനം വെച്ചത്. കാര്യം മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് ധ്യാനം വെക്കാൻ പറ്റത്തില്ല.
350 ഉടമ്പടിയും പിന്നെ പുതുക്കണ 250 കൂടി 600 എല്ലാ ദിവസവും വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഇന്നിപ്പോൾ ഇത്തിരി സമാധാനമുണ്ട്. അപ്പോൾ ഇത്രയും വിഷയത്തിൽ നിന്നാണ് നമ്മൾ ആൾക്കാരെ എടുക്കേണ്ടതെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഓഫീസിൽ ചെന്ന് പറയാവൂ. എന്നിട്ട് പക്ഷെ പറഞ്ഞാൽ മാത്രം പോരാ, രേഖകൾ കാണിക്കണവരെ അതായത് ഉടമ്പടി എടുത്തവരെ മാത്രമേ ഇവിടെ സംസാരിക്കാൻ പോലും അനുവദിക്കത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്, ഇവിടുത്തെ പ്രാർത്ഥനാവിധികളെല്ലാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. കാരണം ഈ വഴിയെ ഇത് നാഷണൽ ഹൈവേ നിൽക്കുന്ന കാരണം ആൾക്കാർ കൂടുമ്പോൾ ചുമ്മാ വഴിയെ കൊണ്ടൊരു വണ്ടി നിർത്തി കയറിയേക്കുകയും അവർക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം സന്തോഷമായിട്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ സർവീസ് ചെയ്യണത് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവരോട് മാത്രമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ അപ്പം അമ്മയാണ്, അല്ലെങ്കിൽ അപ്പനാണ്, അല്ലെങ്കിൽ ആങ്ങളെയാണെങ്കിൽ പെങ്ങളെ കൊണ്ടുവരാം, ആ വീട്ടിലുള്ള അമ്മയെ കൊണ്ടുവരാം, ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നവരെ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. ആ വീട്ടിലുള്ളവരായിരിക്കണം. കെട്ടിച്ചു വിട്ടവരെ കൊണ്ടുവരരുത്, അവർ വേറെ ഉടമ്പടി എടുക്കണം. കെട്ടിച്ചുവിട്ട മക്കളില്ലേ, കെട്ടിച്ചുവിട്ട മക്കൾ അവർ വേറെ ഉടമ്പടി എടുക്കണം, അത് വേറെ വീടല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം. ഇപ്പോൾ കഴിഞ്ഞ് ഇന്നലെ ആൾക്കാരറിയാതെ ഇപ്പോൾ ഡോക്യുമെൻ്റ് കാണിച്ച് അച്ഛനെ കാണാമല്ലോ, അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സംഘടിപ്പിക്കും. പക്ഷേ ഡോക്യുമെൻ്റ് അവിടെ വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്തിരിക്കണം, ചേട്ടത്തിയുടെ കാര്യമല്ലേ പറയണത്, ചേട്ടത്തിയുടെ അനിയത്തിയുടെ മകളെയും കൊണ്ട് വന്നിരിക്കണം, അവരുടെ കാര്യം പറയാൻ വേണ്ടി ഇവരുടെ ഡോക്യുമെൻറ്റും കൊണ്ട് വന്നിരിക്കുക. അത് മനഃപൂർവ്വം വന്നാണെന്ന് ഞാൻ പറയണില്ല, അവർക്കറിയാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പം അത് അവർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, മോളെ നീ ഉടപിടിക്കണം, നീ എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴത്തിന് വേണ്ടി മരക്കൈനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കാൻ വരരുത്. ഇതൊക്കെ അത് മുതലെടുപ്പാണല്ല. അത് ചില ആൾക്കാർ അവർ ദൈവമായിട്ടൊരു ബന്ധവുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ഉപവസിപ്പിച്ചിട്ട് ഇവർ മുതലെടുക്കും. അങ്ങനെ ചെയ്യരുത്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞത് ഒരു വലിയ അധികാരികതയാണ് ആ വ്യക്തിക്ക്. അവർ മാത്രമേ സംസാരിക്കാൻ ഇവിടെ ആൾക്കാരെ അനുവദിക്കത്തുള്ളൂ, മറ്റുള്ളവർ ആരെയും കയറ്റത്തില്ല. പിന്നെ അവർ പറയണേ എൻ്റെ ഭർത്താവാണ്, എൻ്റെ മകളാണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അവരെ കൂടി വിളിപ്പിക്കും. അവരുടെ എല്ലാവരെയും വിളിപ്പിക്കും, ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിപ്പിക്കും, പുറത്തുള്ള ആരെയും വിളിപ്പിക്കത്തില്ല. അവർ വേറെ ഉടമ്പടി എടുക്കണം, ശ്രദ്ധിക്കുക. പിന്നെ ഉടമ്പടി നിങ്ങൾ അവിടെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ എഴുതി കൊടുക്കാൻ കാര്യമില്ലേ, അത് മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ എഴുതി കൊടുക്കും. ചിലപ്പോൾ കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതി കൊടുക്കണത്. ഈ കടക്കാരനെ നിങ്ങൾ കറക്കി പൂനലടിച്ച് നിർത്തിയിരിക്കുകയായിരിക്കും. കടം കിട്ടിയാലും കുഴപ്പമില്ല, ഇത് പറഞ്ഞാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് വെച്ചും മകളെ കെട്ടിച്ച് വീട്ടി ഉള്ള കാര്യം പറയും. അതാണ് പ്രശ്നം. അതും ചെയ്യരുത്, അതൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല, ചേച്ചിമാരറിയാതെ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണത് നിങ്ങളവിടെ എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ നോക്കണം, ആ മഞ്ഞച്ചീട്ടയിൽ എന്താണ് അവിടെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ സീരിയസ് കാര്യം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം കൊടുത്ത് എഴുതി മേടിക്കണം. അവർ ധൃതിക്ക് എഴുതണതല്ലേ. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും രണ്ടാമത് എഴുതണത്, ആദ്യം എഴുതണത്. അപ്പോൾ ചിലപ്പോൾ രണ്ടാമത് എഴുതത്തില്ല, ധൃതിക്ക് അടുത്ത ചീട്ട് മേടിച്ച് എഴുതുമ്പോൾ ആദ്യ കാര്യം പോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്ന. പിന്നെ രോഗികളെ എല്ലാം സീരിയസ് രോഗികൾ, ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി രോഗം, കരൾ രോഗം, അതെല്ലാം എടുക്കും. പിന്നെ രേഖ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് രോഗം പറഞ്ഞാൽ പോരെ, രേഖ കാണിക്കണമെന്നൊക്കെ ചോദിക്കും. എന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസറാണെന്ന് പറഞ്ഞാൽ 5 പേര് വന്ന് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്നെ അങ്ങനെ ആരും പറ്റിക്കുന്നത്, ഇവിടെ ക്യാൻസർ പറഞ്ഞ് പറ്റിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാർട്ടിയായിരിക്കും അവരൊക്കെ. അതെന്താ കാര്യം, ഇവർ വിഷയത്തിൽ നിന്ന് മാറി വേറെ സംസാരിക്കും. ഞാൻ ഇതിന്മേൽ ക്യാൻസറാണല്ലോ എഴുതിയിരിക്കണത്. ക്യാൻസറാണെന്ന് വെച്ചാൽ പണ്ട് ക്യാൻസർ വന്നാണേ, പണ്ടങ്ങാട് വന്നാണെന്ന്, അതിൻ്റെ വകുപ്പിലിപ്പോൾ ചീട്ടപ്പെടുത്തിട്ട് വേറെ കാര്യം പറയാം. അങ്ങനെ ചെയ്യരുത്. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മൂഡൗട്ടാവും. കാര്യം ഈ ആൾക്കാരെ ഒരു അഭിഷേകത്തെ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇതുപോലെ ഫ്രോഡ് കേസ് വന്നാൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണം. കാര്യം അടുത്ത ആളിനത് ബാധിക്കും. ഈ ആത്മാവിൻ്റെ പ്രവർത്തനമല്ലേ, കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് മാറും, ആ ശുശ്രൂഷ അവസാനിപ്പിക്കും. ശാന്തമായി കുറച്ച് നേരം മനസ്സാപ്രവണ ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത ഇഷ്യൂ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. കാര്യം ഇത് 1 സെക്കൻഡ് മതി, ഇവിടെ 1 മിനിറ്റ് കൊണ്ടെല്ലാം ശരിയാവും. കാരണം നമ്മൾ ഇത്രയും ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പുണ്യം ചെയ്ത് കൃത്യമായിട്ട് നിൽക്കുകയല്ലേ. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് മതി. അല്ലെങ്കിൽ പറയും മകൾ പോയിക്കൊള്ളാൻ പറയും, ഒറ്റ പറഞ്ഞില്ല. അത് അമ്മ കൂടെ വരും ആ വിഷയത്തിൽ. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം തന്നെ കൂടെ വരേണ്ടി വരും. ചില കേസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം കൂടെ വരേണ്ടി വരും. പക്ഷേ ബൈബിളിൽ ഓഫറുള്ള ഏറ്റവും വലിയ ഓഫറാണിത്, ഐ വിൽ കം വിത്ത് യു.
നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ല. അതാണ് ദൈവം കൂടെ ഉടമ്പടിക്കാവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവം ഈ പാക്കേജ് കൂടെ വരിക എന്നുള്ളത്. നമ്മൾ ഉടമ്പടി പ്രകാരമായതുകൊണ്ട് ദൈവം അത് ചെയ്യും. കാര്യം ദൈവം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതാണ് നമ്മൾ തിമോത്തി വായിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. പിന്നെ പ്രൊഫഷണൽസിനെ എല്ലാം വിളിക്കും കേട്ടോ. പ്രൊഫഷണൽസിനെ എല്ലാവരും വിളിക്കാം. പ്രൊഫഷണൽസിന് ഒരു ബ്ലെസ്സിങ്സ് മതി അവർക്ക്. അവരൊത്തിരി കഷ്ടപ്പെട്ട് രാത്രിയും പകരം പഠിച്ച് നിൽക്കണല്ലേ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ടാബ്ല റാസ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒന്നും കിട്ടത്തില്ല, തലയിലൊന്നും കയറണില്ല. അച്ഛൻ ഒത്തിരി പഠിച്ചാണ്, ഒന്നും ഇപ്പോൾ ഓർക്കണില്ലെന്ന് പറയും. ഇങ്ങനെ ഒരു പ്രത്യേക നോസായി പോകും ആൾക്കാർ. അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് പല കാര്യങ്ങൾ കൊണ്ടവർ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബ്ലെസ്സിങ് കൊടുത്താൽ മതി. മാതാവ് അവരെ സഹായിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടെല്ലാം. ഇപ്പോൾ ടീച്ചർ എഴുതുന്നുണ്ട്, ടീച്ചറിന് അറിയത്തില്ലേ 150 ക്വസ്റ്റിനിൽ 8 അറിയാൻ പാടുള്ളൂ, ബാക്കി എല്ലാം ചെയ്ത മാതാവാണെന്ന് പറയും. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഫഷണൽസിന് ഇപ്പോൾ MD പരീക്ഷ അല്ലെങ്കിൽ OIT കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴുള്ള പരീക്ഷ, പ്രൊഫഷണൽസിൻ്റെ പരീക്ഷ, IELTS, അങ്ങനെ എല്ലാ പരീക്ഷയും എടുക്കും. BTech എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പരീക്ഷയുടെ ലാസ്റ്റ് ഭാഗത്ത് നിൽക്കുകയല്ലേ. അവരൊന്ന് ബ്ലെസ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് കർത്താവ് ജോലി കൊടുത്താൽ അനിയത്തിനെ കെട്ടിക്കാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ജോലി വാങ്ങിക്കാം, കുടുംബത്തെ കടം മാറ്റാം, വീട് വെക്കാം, കുറേ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ബ്ലെസ് ചെയ്യണത്. നിങ്ങളെ കാണുമ്പോൾ ഞാൻ പോയി മാതാവിൻ്റെ മുട്ടയിൽ നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇവർ ചിലപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ബാക്കി 4 പേരെ സംരക്ഷിക്കണമെങ്കിൽ ഇവരെ അങ്ങോട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയാൽ മതി. അപ്പം ഞാനത് വളരെ കൃത്യമായിട്ടാണ് മാതാവിൻ്റെ അടുത്ത് ആ വിഷയം മുട്ടതെന്ന് പറയണത്. അപ്പം നിങ്ങൾ ആ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചോ. ഇപ്പോൾ 1ഉം 2ഉം ഒക്കെ ഇടയ്ക്ക് IELTS ഒക്കെ പോയാലും നിങ്ങൾ ആ ഉദ്യമങ്ങളിൽ നിന്ന് പോകരുത്. കാരണം ആ ബ്ലെസ്സിങ് അവിടെ കിടപ്പുണ്ട്. ദൈവം സമയമാകുമ്പോൾ നിങ്ങൾ ഈ കമ്പ് പോലെ അതിനെ തളർപ്പിച്ചെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. നിരാശപ്പെടുകയോ ഞാൻ പ്രാർത്ഥിച്ചല്ല എന്നിട്ട് എൻ്റെ മുടിയിൽ പോയല്ല ഇങ്ങനെയൊക്കെ വർത്തമാനം പറയരുത്. കാര്യം ഹൃദയത്തെ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗനമായിരുന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യമാണ്. ചെക്കോയെ. അടുത്തത് 3ാമത്തെ അറിയിപ്പ്, മരീൻ അപ്പാരിഷൻ സെൻറ്റർ. അതായത് ഇവിടുത്തെ ഒരു സീരിയസ് പ്രോജക്റ്റാണിത്. അതായത് ഒത്തിരി പേര് ഇപ്പോഴും രാത്രിയും പകലൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. 3 മണിക്കൊക്കെ വരും ഇവിടെ. 3 മണി തൊട്ട് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങും രാത്രി. അപ്പോൾ ഇവർക്ക് എവിടെ പോകണം, എവിടെ താമസിക്കണം, ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇവർ ഓരോ വീടുകളിലൊക്കെ പോയി താമസിക്കും. പിന്നെ രാവിലെ വന്നവർ പോലും ഓരോ വീടുകളിലൊക്കെ പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാം. അപ്പം അങ്ങനെ ഒരു തീർത്ഥാടകർക്കൊരു ഫ്രണ്ടിലല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പലരും പറഞ്ഞ അച്ഛാ കൃപാസനത്തായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ സന്ധിക്ക് തീർത്ഥാടകരെ ഇങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി വരുന്നവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അവിടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കണം. അപ്പം കുഴപ്പമില്ല, വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടേക്കും. നിങ്ങൾക്ക് വന്ന് രാത്രി അവർ താമസിച്ചിട്ട് കുളിച്ച് ഇറങ്ങി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ച് കഴിച്ചിങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പം അതിന് അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്.